നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം 2024 നവംബർ മാസം 15-ാം തീയതിയിലെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. പ്രിയമുള്ളവരെ, 2024 നവംബർ മാസം 15-ാം തീയതി മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് തുലാം മാസം 30-ാം തീയതി. അങ്ങനെ തുലാം മാസം 30-ാം തീയതി കൊണ്ട് അവസാനിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ ഇന്ത്യൻ തീയതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2024 നവംബർ മാസം 15-ാം തീയതിയിലെ ഇന്ത്യൻ തീയതി കാർത്തിക മാസം 24 എന്നുള്ള തീയതിയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 5:55. ഇപ്പോൾ നേരത്തെ സന്ധ്യയൊക്കെ ആയി ഇരുട്ടൊക്കെ വീഴുന്നതിൻ്റെ കാരണം അസ്തമയം നേരത്തെയാണ്, 5:55. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച 34 AM എന്ന സമയത്താണ്. അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞുള്ള 34 AM. അതായത് റെയിൽവേ സമയം പറഞ്ഞാൽ 00:34 AM എന്നുള്ള സമയത്താണ് ഈ ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത്. ഭരണി നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 9:57. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്, മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണെന്നൊക്കെ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. ഇനിയും ഭരണി നക്ഷത്രപ്രകാരം 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക, പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഭരണി നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ദിവസം അശ്വതി, ഉത്രട്ടാതി, ചതയം, പൂരാടം, ഉത്രാടം, മകം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭരണി നക്ഷത്രപ്രകാരം അശ്വതി, ഉത്രട്ടാതി, ചതയം, പൂരാടം, ഉത്രാടം, മകം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അത്തം, രേവതി, പൂരുട്ടാതി, അവിട്ടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം ശുഭസമയമാണ്. അതായത് നാളെ വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ശുഭസമയം എന്ന് പറയുന്നത് രാവിലെ ശുഭസമയം 6:18 മുതൽ 7:48 വരെയാണ്. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:18 മുതൽ 7:48 വരെയാണ് ശുഭസമയം. അത് കഴിഞ്ഞാൽ പിന്നെ 9:18 മുതൽ 10:48 വരെ ശുഭസമയമുണ്ട്. പിന്നീട് 11:36 മുതൽ ഉച്ച കഴിഞ്ഞ് 1:48 വരെ ശുഭസമയമുണ്ട്. വീണ്ടും വൈകുന്നേരം 3:18 മുതൽ 5:18 വരെയും ശുഭസമയമുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇത്രയും സമയമുള്ളതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ കഴിവതും ഈ സമയം തന്നെ നോക്കി ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക. ഇനി ഈ അധ്യായത്തിൽ പറയുന്ന അടുത്ത വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തിഥി വെച്ചാണ്. തീയതി 15 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 6 വരും. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. സംഖ്യാശാസ്ത്രപ്രകാരം അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നിരുന്ന ദിവസമാണ്. അവരുടെ പേരിൽ UVW എന്നീ അക്ഷരങ്ങൾ ഉള്ളവരാണെങ്കിൽ കടുനീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ വളരെ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നു. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ പേരിൽ UVW എന്നീ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും കടുനീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി, നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനിയും വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പറയാം. വെള്ളിയാഴ്ച ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മേടൻ രാശിയിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നു. അത് കർക്കിടകക്കൂറിൻ്റെ കേന്ദ്രഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ കർക്കിടകക്കൂറിൽ നിൽക്കുന്ന കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് നീചഭംഗ രാജയോഗം അല്ലെങ്കിൽ ചക്രവർത്തി രാജയോഗം എന്ന് പറയുന്ന രാജയോഗം വരുന്നു. അത് മുഖേന 27 നാളുകാരുടെയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് നക്ഷത്രഫലത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. നക്ഷത്രഫലം പ്രിയപ്പെട്ടവർ കേൾക്കുക. ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നക്ഷത്രഫലവും പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വളരെ സഹായകരമായ ഒരു കാര്യമാണ്. എനിക്കും പ്രിയപ്പെട്ടവർക്കും അത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഈ വീഡിയോ ഒന്ന് കേൾക്കുക, ഇതിലെ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുക, മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്രമീകരണം വന്നു കഴിഞ്ഞാൽ ജീവിത വിജയം 100% ഉറപ്പാണ്, സത്യമാണ്. അത് അംഗീകരിക്കുക, വിശ്വസിക്കുക. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹമാണ്. ഈ ശുക്രൻ ഇടവക്കുറുകാർക്കും കർക്കിടകക്കുറുകാർക്കും മകരക്കുറുകാർക്കും അനുകൂലമായ ഒരു സ്ഥാനത്തല്ല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ആയതിനാൽ നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാരും കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാരും വ്രതമെടുക്കണം. ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടത്തിൽ നിന്നാലും വലിയ ദോഷമൊന്നും ചെയ്യില്ലെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ധനപരമായ നേട്ടമോ അല്ലെങ്കിൽ മറ്റു ഭൗതികമായ നേട്ടങ്ങളോ ഒന്നും തന്നില്ലെങ്കിൽ പോലും ദോഷം ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും തെറ്റായ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. കാമക്രോധ മോഹാദികളിൽ പെട്ട് മനുഷ്യരെ നശിപ്പിക്കുന്നൊരു ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികൾ ഈ അനിഷ്ടഭാവസ്ഥിതി കൊണ്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ളതിനാൽ ആത്മീകമായി മുന്നേറണം. അതുകൊണ്ട് വ്രതമെടുക്കുക. വ്രതമെടുക്കുമ്പോൾ നമ്മൾ ആത്മീയമായും ഒരു പ്രത്യേക ശക്തിയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഭൗതികമായ ലൗകികമായ ചിന്തകളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോയി ആത്മീയത്തിൽ നമ്മൾ മുഴുകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ പറ്റും. അതുകൊണ്ടാണ് വ്രതമെടുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത്, പറയുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ആത്മീയമായി മുന്നേറുക. ഇങ്ങനെയുള്ള ചിന്താഗതികളിൽ നമ്മൾ രക്ഷപ്പെടുവാൻ വേണ്ടി ആത്മീയതയാണ് നമുക്ക് ആശ്രയം. ആത്മീയമായി നമ്മൾ മുന്നേറുക. ഒരു ശക്തിയെ നിങ്ങൾക്കിഷ്ടമുള്ള ദേവനെയോ ദേവിയോ നിങ്ങൾ ആരാധിക്കുക, അവരെ ധ്യാനിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനും പാർവതി ദേവിയും സമൃദ്ധിയായിട്ട് രണ്ടുപേരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.